സൈബർ സുരക്ഷാ രംഗത്തെ രാജ്യത്തെ ഏറ്റവും വലിയ കോൺഫറൻസായ കൊക്കൂൺ 2025 കൊച്ചിയിൽ തുടങ്ങി. കൊക്കൂണിന്റെ 18ാമത് പതിപ്പ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുഞ്ഞൻ കാറുകളുടെയും ഡ്രോണുകളുടെയും പ്രത്യേക അഭ്യാസ പ്രകടനവും ഒരുക്കിയിരുന്നു. കൊക്കൂൺ 2025-ലെത്തിയ അതിഥികൾ ഇവരെ കണ്ടുകൊണ്ടാണ് വേദിയിലേക്ക് നടന്നത്. കൗതുകം തോന്നിയ ചിലർ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ചടങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഈ ഇത്തിരി കുഞ്ഞന്മാരുടെ വിശ്വരൂപം അതിഥികൾ കണ്ടറിഞ്ഞു. പ്രകടനം കണ്ടുനിന്ന് ഉദ്ഘാടകൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ. കൊച്ചിയിലെ ടോപ്പ് 7 എന്ന ക്ലബിലെ അംഗങ്ങളാണ് കുഞ്ഞൻ കാറുകളുടെ അഭ്യാസത്തിന് പിന്നിൽ. ഇത് റേഡിയോ കൺട്രോൾ കാസാണ്. ആക്ച്വലി ആസി കാസ് എന്ന് പറയും. നമുക്ക് നോർമലി കണ്ടുവരുന്ന നമ്മുടെ കാസ് കണക്കല്ല. ഇത് പ്രൊഫഷണൽ കാസാണ്. ആക്ച്വലി ഹോബി ഗ്രേഡ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റിൽ പെട്ട ഒരു കാറാണ് ഇത്. ആക്ച്വലി ഇത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് ഈ ഹോബി എന്ന് പറയുന്നത്. ആ കാറ്റഗറിപ്പെട്ട കാസാണ്. റേസ് കാറ്റഗറി വണ്ടികളുണ്ട്, നോർമൽ ഫ്രീ സ്റ്റൈൽ സ്റ്റണ്ടിങ്ങിനുള്ള കാസുണ്ട്. കാസ് മാത്രമല്ല, ബോട്ട്, ബൈക്സ്. ഉദ്ഘാടനവേദിയുടെ ആകാശത്ത് പാറിപ്പറന്ന ഡ്രോണുകളും കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞ ഡ്രോണുകൾ വിവിധ മത്സരങ്ങൾക്കുൾപ്പെടെ പങ്കെടുക്കുന്നവയാണ്. ഏറ്റവും വലിയൊരു കാറ്റഗറി ഡ്രോൺസ് ആണ് ഈ റാപ്റ്റർ എന്നുള്ള സീരീസിലെ. ഇപ്പോൾ ആക്ച്വലി കേരളത്തിൽ ആകെ ഒരു ഡ്രോൺ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ ബിൽഡ് ചെയ്തതാണ്. അത് എന്തിനാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ സിനിമ എടുക്കുന്ന വലിയ വലിയ ക്യാമറാസില്ല, കോമോഡോ ക്യാമറാസ്, അത് ബിൽഡായിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഫ്ലൈ ചെയ്യുക, ആക്ഷൻ ഷോട്ട്സ് എടുക്കുക എന്നതാണ് അതിൻ്റെ പർപ്പസ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൊക്കൂൺ 2025 ശനിയാഴ്ച സമാപിക്കും. സൈബർ സുരക്ഷയുടെ സാധ്യതകളും പുതിയ കണ്ടുപിടുത്തങ്ങളുമെല്ലാം കൊക്കൂൺ 2025 ചർച്ചയാകും. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി പേർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.